അപ്പോൾ മണി പ്ലാന്റ് ഇതേപോലെ കട്ട കുത്തിയിട്ട് ഇലകൾ വരാനുണ്ടോ? നമ്മൾ ചെയ്തു കൊടുത്ത പ്രോ ടിപ്സാണ്. ഈ വെള്ളത്തിൽ വളർത്തി കഴിഞ്ഞാൽ ഇതേപോലെ കട്ട കുത്തി ഇലകൾ വരുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത. അതേപോലെ തന്നെ നമ്മൾ മണ്ണിലൊക്കെ ഗ്രോ ബാഗിൽ വളർത്തിയിട്ടില്ല, പോട്ടി മിക്സ് ഒക്കെ നിറച്ച് വളർത്തിയിട്ടില്ല ഒരു പോട്ടിൽ നമുക്ക് കട്ട കുത്തി ഇലകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടോ ചെയ്തു കൊടുത്ത ടിപ്സാണ്. നല്ല രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ പ്രോ ടിപ്സ് ചെയ്ത് കൊടുക്കാമെങ്കിൽ കണ്ടോ നമ്മൾ വെള്ളത്തിൽ വളർത്തിയിട്ട് ഒരു പോട്ടിൽ മുകളിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേക ഒരു ഭംഗിയിൽ ഇരിക്കുകയും ചെയ്യും കേട്ടോ. കണ്ടോ നിറച്ചും നമുക്ക് നല്ല തളിരുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇലയുടെ ആ ഒരു തുമ്പ് ഭാഗത്ത് വരുന്ന ബ്ലാക്ക് കളർ, ഇല്ലെങ്കിൽ ഇല മുരടിച്ച് പോകുന്ന പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ ഇലകൾ ബേണായി പോകുന്ന പ്രശ്നങ്ങൾ, പെട്ടെന്ന് മണി പ്ലാന്റിൻ്റെ ഇലകൾ പഴുത്ത് പോകാതിരിക്കാൻ ഈ ഒരു വെള്ളം നമ്മൾ ഒഴിച്ച് അതിൽ നമുക്ക് വെക്കാമെങ്കിൽ അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് മണ്ണിൽ വളർത്തുന്ന അല്ലെങ്കിൽ പോട്ടിൽ വളർത്തുന്ന ചെടിയിലും നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു റിസൾട്ട്, ആ ഒരു ചെടിയുടെ ഇലകൾ പെട്ടെന്ന് പഴുത്തു പോകാതിരിക്കുകയും അതേപോലെ തന്നെ നല്ല തിളക്കമുള്ള ഇലകൾ കിട്ടും, വലിയ ഇലകൾ കിട്ടും, നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തായിട്ട് ആ പ്ലാന്റ് എപ്പോഴും ഇരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യാൻ മറക്കുന്നതാണ് ഒരു കുഞ്ഞ് ലൈക്ക് തരാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും കുഞ്ഞ് ലൈക്ക് തരാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. നമുക്കിവിടെ എടുക്കേണ്ടതായിട്ടുള്ളത് എപ്സം സാൾട്ടാണ് കേട്ടോ. നമുക്ക് രാസവളപ്പീഡിയയിൽ വളപ്പീഡിയയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്നതാണ് എപ്സം സാൾട്ട്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. രാസവളപ്പീഡിയയിലൊക്കെ ഇവിടെ 30-40 രൂപ കൊടുത്ത് നമുക്ക് 1 കിലോ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 1 സ്പൂണാണ് എടുക്കേണ്ടത്. 1 ലിറ്റർ വെള്ളത്തിലേക്കാണ് ചേർക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഇലകളിലൊക്കെ തെളിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിത് വെള്ളത്തിൽ ഇതിൻ്റെ കട്ടിങ്സ് വളർത്തുന്ന സമയത്ത്, നമുക്ക് ഈ പോത്തോസിൻ്റെ കട്ടിങ്സ് വളർത്തുന്ന സമയത്ത് നമുക്ക് അരി കഴുകിയ അല്ലെങ്കിൽ ധാന്യങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് കഴുകിയ വെള്ളം നമുക്ക് എടുക്കാവുന്നതാണ്. 1 ലിറ്റർ വെള്ളം അത് കഴുകുന്ന സമയത്ത് എടുക്കുന്നു. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള എപ്സം സാൾട്ട് നമുക്ക് 1/2 സ്പൂൺ 1 ലിറ്ററിലേക്കാണ് കേട്ടോ ഇടേണ്ടത്. അങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഡയലൂട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് വെള്ളത്തിലേക്ക് അലിഞ്ഞ് കിട്ടാൻ കുറച്ചധികം സമയം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പോത്തോസിൻ്റെ കട്ടിങ്സ് മുറിച്ചെടുക്കുക. 4 നോഡുകളോട് കൂടിയ കട്ടിങ്സാണ് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത്. അത് എത്രത്തോളം കൂടുതൽ എടുക്കുന്നോ അത്രത്തോളം ബുഷായിട്ട് നമുക്ക് നല്ല ഭംഗിയിലിരിക്കും എന്നുള്ളതാണ്. ഇത് നമുക്ക് ചെറിയ ഒരുപാട് നല്ല അടിപൊളി പോട്ടുകളൊക്കെ 5 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് അതേപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ആ വീഡിയോ ഹോം പേജിൽ പോയിട്ടൊന്ന് കാണാവുന്നതാണ്. ലിങ്ക് കഴിയുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൂടിയും കൊടുക്കാൻ നോക്കാം. അപ്പം ഇതേപോലെ കണ്ടോ നമ്മൾ ഒരു മണ്ണിൽ നട്ടിട്ടുള്ള പോട്ടിലാണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ളത് മുകൾ ഭാഗത്തേക്കായിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ പൊക്കത്തിലിരിക്കുന്ന പോലെ തോന്നുകയും നമുക്ക് ആ ഒരു പോട്ടിൽ നിറച്ചും ഇലകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നതായിട്ടും കാണും. കണ്ടോ ഇത് നമ്മൾ മണ്ണിൽ നട്ടിട്ടുള്ള പോട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ഒരു പോട്ടാക്കിയിട്ട് നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ മണ്ണിലൊക്കെ വളർത്തിയിട്ടുള്ള പോട്ടിൽ കുറച്ച് അധികം ബുഷായിട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കണം എന്നുണ്ടെങ്കിലും ഈ ഒരു ഐഡിയ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഈ പോട്ട് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് വെള്ളം നിറച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് പെട്ടെന്ന് നന്നായിട്ട് കൂടുതൽ തളിരിലകളും അതേപോലെ തന്നെ നല്ല ഹെൽത്തായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്തു കൊടുത്ത ടിപ്സുകളാണ്. ഈ വെള്ളത്തിൽ നമ്മൾ ഇത് കട്ടിങ് ഇട്ട് വയ്ക്കുക എന്നുള്ളത്. ഇങ്ങനെ കട്ടിങ്സ് ഇട്ട് വയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് പെട്ടെന്ന് വേര് ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരികയും നന്നായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ. അതോടൊപ്പം തന്നെ 5 ലിറ്റർ വെള്ളത്തിൽ 1/2 സ്പൂണ് 19 ലയിപ്പിച്ച് നമുക്ക് 1 ഗ്ലാസ് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ കണ്ടോ നമ്മൾ ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെ നല്ല റിസൾട്ടിൽ വേര് വന്നിട്ടുണ്ട്. ഇലകളൊക്കെ നിറച്ചും തിങ്ങി നിറഞ്ഞ് വരിക കൂടിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എപ്സം സാൾട്ടിൻ്റെ വെള്ളം, അപ്പോൾ നമ്മളിത് വെള്ളം മാസത്തിൽ 1 പ്രാവശ്യം മാറ്റുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇതേപോലുള്ള വളങ്ങൾ ഉപയോഗിച്ച വെള്ളത്തിൽ വേണം ഇതിൻ്റെ കട്ടിങ്സ് ഇട്ട് വയ്ക്കാൻ. അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക കേട്ടോ. ആദ്യത്തെ 1 മാസം ഒരു വളങ്ങളും ചെയ്യാതെ വേണം നമ്മൾ കട്ടിങ്സ് ഇട്ട് വയ്ക്കാൻ. വേരൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങി കഴിയുമ്പോഴാണ് ഈ വെള്ളം മാറ്റി നമ്മൾ ഈ പറഞ്ഞ വളങ്ങൾ ഇട്ട് വെച്ചുകൊണ്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൽ ബ്രാഞ്ചുകൾ വന്ന് നിറയുകയും അതിലൊക്കെ വലിയ വലിയ ഇലകൾ വരാൻ കൂടി ഈ വളങ്ങൾ ചെയ്തു കൊടുത്താൽ സഹായിക്കും. അതേപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടിക്കൊള്ളുന്നില്ല. നല്ല ബ്രൈറ്റ് ലൈറ്റിലാണ് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വളരാൻ പെട്ടെന്ന് വളരുള്ളൂ കേട്ടോ.
ഫാസ്റ്റ് ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക. അപ്പോൾ കുറച്ചൊരു ലോ ലൈറ്റുള്ള സ്ഥലത്ത് വരെ നമുക്ക് ഇതുപോലുള്ള വളങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാനും കൂടി പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഇതുവരെ ലൈക്ക് ചെയ്യാൻ മടിച്ചുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ഈ ഒരു ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്ക് അയച്ചു കൊടുക്കാനും മറന്നു പോകരുത്. ഷെയർ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങളോട് എല്ലാവരോടും വിട ചോദിക്കട്ടെ. ബൈ ബൈ.